ഇത് കണ്ടില്ലേ ഈ വില്ലന്? ഇന്ന് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഡെങ്കിപ്പനിയുണ്ട്. ഇത് നമ്മുടെ പകല് കടിക്കുന്ന കൊതുകുകൾ വഴിയാണ് ഡെങ്കി ഫീവർ വരുന്നത്. ഏകദേശം 4 മുതൽ 10 ദിവസത്തിനുള്ളിൽ, ഈ കൊതു കടിച്ചതിന് ശേഷം 4 മുതൽ 10 ദിവസത്തിനുള്ളിലാണ് ഈ പനി കാണപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ശക്തിയായ പനി, ഏകദേശം 102 മുതൽ 104 ഡിഗ്രി വരെ പനി അനുഭവപ്പെടും. അതുപോലെ മസിൽ പെയിനും ജോയിന്റ് പെയിനും ഉണ്ടാവും. ബ്രേക്ക് ബോൺ ഡിസീസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ എല്ല് നുറുങ്ങുന്ന രീതിയിലുള്ള വേദനയായിരിക്കും. പിന്നെ വളരെയധികം ക്ഷീണം അനുഭവപ്പെടും. പിന്നെ തലവേദന, കണ്ണിൻ്റെ ബാക്കിലുള്ള വേദന, ഛർദ്ദിക്കാൻ വരിക, രുചിക്കുറവ്, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതൊരു വൈറൽ ഡിസീസ് ആയത് കാരണം ഇതിന് പ്രത്യേകിച്ച് മരുന്നുകളില്ല. സിംറ്റംസ് വൈസായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മളിതിന് ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള കൃത്യമായ റെസ്റ്റ് എടുക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. കരിക്കിൻ വെള്ളം, അനാറ്, പപ്പായയുടെ നീരെടുത്തിട്ട്, ഇലയുടെ നീരെടുത്ത് കഴിക്കുന്നതൊക്കെ ഇതിന് നല്ലതാണ്. പൊതുവെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവും WBC കൗണ്ടൊക്കെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു 5-6 ദിവസം കഴിഞ്ഞ് അത് തനിയെ കൂടി വരും. എന്നാൽ ചില ആളുകളിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ശ്രദ്ധിക്കണം. WBC കൗണ്ട് കുറയുന്നത് കാരണം പൊതുവെ ഇമ്മ്യൂണിറ്റി കുറയും. അങ്ങനെ പല രോഗങ്ങൾ വരാനും ഇതിനനുബന്ധിച്ച് രോഗങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലൈറ്റായിട്ടുള്ള കഞ്ഞി പോലെയുള്ള ഭക്ഷണം, ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് എടുക്കുക.